സിനിമാ ടിക്കറ്റ് പ്രൊഡക്ഷന്റെ ബാനറിൽ കെഎൽ ബ്രോ ബിജു ഋത്തിക് നിർമ്മിച്ച അക്ഷയ് കാപ്പാടൻ തിരക്കഥയൊരുക്കി അക്ഷയ് കാപ്പാടനും സഞ്ജു കൃഷ്ണയും ചേർന്ന് സംവിധാനം ചെയ്ത അലീന ദി ബിഗിൻ എന്ന ഹൊറർ ത്രില്ലർ സിനിമ ഈ വരുന്ന ജനുവരി 24 രാത്രി 7:10 യൂട്യൂബിൽ റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യക്തിഗത യൂട്യൂബ് ചാനലിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുത്തുള്ള സിനിമ ഭൂരിഭാഗവും വയനാട്ടിലെ മലമുകളിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. ബിൻസീറാണ് ഛായാഗ്രഹണം. റിജോ ചക്കാലക്കൽ മ്യൂസിക്കും അഭിലാഷ് നാരായണൻ എഡിറ്റിംഗും നിർവഹിച്ചു. മൃദുല വാര്യർ, ധനുഷ് എന്നിവർ ഗാനാലാപനം നടത്തി. 2 ഭാഗങ്ങളിലായാണ് അലീന ദി ബിഗിനിംഗ് പ്രേക്ഷകരിലെത്തുന്നത്. ബഹ്റൈനിലെ സോഷ്യൽ മീഡിയ താരമായ കുട്ടിസാറ, വിപിൻ മൂരിക്കളത്തിൽ, അമ്മയ്യ, ലസിത, അനു അശോക്, അനിൽ രാജ്, ബിജു നാരായണൻ, കെഎൽ ബ്രോ, ബിജു ആൻഡ് ഫാമിലി, സന്ദീപ് പ്രകാശ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നുവെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. അപ്പോൾ നമ്മളെ സിനിമയുടെ റിലീസിൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. എല്ലാ സിനിമകളും ടാക്കീസിലും OTT-യിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. നമ്മളത് യൂട്യൂബിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ കെഎൽ ബ്രോ ബിജു ഋത്തിക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഏകദേശം 2 വർഷത്തോളം ആയി നമ്മൾ സിനിമ പൂർത്തിയാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അതെ, നമ്മൾ ഒരു 2 വർഷത്തോളമായി സിനിമ പൂർത്തിയാക്കിയിട്ട്. അപ്പോൾ അതിപ്പം നമ്മളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് തന്നെ നമ്മളെ ചാനലിലെ ഓരോ അംഗങ്ങളും കൂടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാനലിലേക്ക് തന്നെ അത് ചെയ്യാവുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. ആദ്യം നമ്മളിത് OTT നിലനിലാണ് സിനിമ ചെയ്തത്. അത് പിന്നെ വന്നപ്പോൾ ഇപ്പം അതിൻ്റെ വലിയ സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളിലുള്ള പടങ്ങളും മാത്രമല്ല അങ്ങനെയുള്ള OTT-യിലേക്ക് എടുക്കുന്നുണ്ടോ? അപ്പോൾ ഇത് കുറേ പുതുമുഖങ്ങളും അങ്ങനെയുള്ള ഒരു അവസരം കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും പുതുമുഖങ്ങളാണ്. അപ്പോൾ നമ്മളെക്കാട്ടി പുറത്തുള്ളവരാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊതുവെ ഇത് OTT-ക്ക് വന്നില്ല. കുറേ നമ്മൾ അന്വേഷിച്ചിരുന്നു. അവസാനം നമ്മളെ ഇതിനകത്ത് തന്നെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ 24-ാം തീയതി സിനിമ യൂട്യൂബിൽ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കെഎൽ ബ്രോ ബിജു ഋത്തിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ വൈകുന്നേരം 7:10 ഡെയിലി വ്ളോഗ് പോകുന്ന പോലെ തന്നെ ആ ടൈമിൽ തന്നെ നമ്മൾ സിനിമ അതിലേക്ക് ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ അക്ഷയ് കാപ്പാടൻ, കെഎൽ ബ്രോ, ബിജു എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.